അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് അടച്ചു പൂട്ടിയിരിക്കലിന് ശേഷം നമ്മൾ പുറത്തേട്ട് ഇറങ്ങുകയാണ്. സൂര്യനെ കണ്ട സന്തോഷത്തിൽ നമ്മൾ പുറത്തു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ലുലുവിലോട്ടാണ് പോകുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അവിടെ മാത്രം കിട്ടാൻ 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഐബ്രോയിൽ ഇപ്പോൾ മാത്രമേ ഇറങ്ങുള്ളൂ. മഴ പെയ്താലോ, നമുക്ക് ഇപ്പോൾ 2 വീലറോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പിന്നെ സൺസ്ക്രീൻ ഇടും. ഈ വെയിലത്ത് നമുക്ക് ടാൻ അടിക്കാം. പിന്നെ മാത്രമല്ല, സൺസ്ക്രീൻ ഇടുമ്പോൾ നല്ലൊരു ഭംഗി വയ്ക്കും. പണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടാറില്ലായിരുന്നു. ഭയങ്കര ഗ്രീസി ആൻഡ് ഒരു മെനയില്ലാതെയാവും. സൺസ്ക്രീൻ ഇട്ട് ഞാൻ കുറച്ച് ടാൻ കൂടുതൽ അടയ്ക്കണമാതിരി തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഇൻവിസിബിൾ ജ്വല്ലറി ഉണ്ടാക്കണ ബോക്സ് വാങ്ങി ഗൈസ്. അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുക, കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഹെയർ ഒന്ന് കൂട്ടി കെട്ടി വയ്ക്കുക, അത്രയേ ചെയ്യണുള്ളൂ. അപ്പം ഞാനിങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് ഇടുമ്പോൾ ഉള്ളിൽ ഇന്നേഴ്സ് ഇടാറുണ്ട് കേട്ടോ. എൻ്റെ വയറ് കളൂന്ന് കിടക്കാണ്. അപ്പോൾ അത് പുറത്തേട്ട് വരാണ്ടിരിക്കാനാണ് ഞാൻ ഇന്നേഴ്സ് ഇടുന്നത്. ഇടാണ്ടിരിക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ എൻ്റെ വയറ് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല കാണാൻ. അപ്പോൾ ഞാൻ ഇടും. അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 വീലറിലാണ് പോകണം. മഴ വന്നതിന് മുമ്പ് പോകണം. നമ്മളത് ഒരു 5:30 ആയപ്പോഴാണ് ഇറങ്ങണത്. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ നമുക്ക് മഴ ഇട്ടരുത്. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഉദ്ദേശം കുട്ടിക്കൊന്ന് പാർക്കിൽ കളിക്കണം. കൊച്ചിന് മഴ ആയതുകൊണ്ട് കുറേ നാളായി പാർക്കിൽ കളിച്ചത്. അപ്പം ഞാനിങ്ങനെ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ തന്നെ ഗ്ലാമർ ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ വഴി കൂടെ പോണവരൊക്കെ വിചാരിക്കും അവരുടെ വീഡിയോ നമ്മളെടുക്കുന്നത്, നമുക്ക് എന്നെ പ്രാന്തം. അപ്പം ഞാനിങ്ങനെ എൻ്റെ സൗന്ദര്യം തന്നെ ആസ്വദിച്ച് എന്തെങ്കിലും കൂടുതൽ. അപ്പോഴാണ് ഞാൻ ഓർത്ത് ബ്ലഷ് ഇട്ടില്ല. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ അവിടെയുള്ള ടൗണിലേക്ക് എത്തി. അവിടുന്ന് നമുക്ക് നേരെ റൈറ്റ് എടുക്കാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉള്ളൂ ലുലുവിലോട്ട്. പക്ഷേ നമുക്ക് ബ്ലോക്ക് കിട്ടും. ഈ എറണാകുളത്തിൻ്റെ പ്രത്യേകതയാണല്ലോ, 10 മിനിറ്റ് പോയാൽ മതിയായിരിക്കും. പക്ഷെ ബ്ലോക്ക് കിട്ടി 1/2 മണിക്കൂറാക്കി കളയും. അതാണ് എറണാകുളത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളിങ്ങനെ പാലമൊക്കെ കിടന്ന് നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല രസമുള്ളൊരു ഇതുണ്ട് കേട്ടോ. അത് നിറച്ച് മരങ്ങളുള്ള റോഡ്. എനിക്കിത് പണ്ട് മുതൽ എറണാകുളത്തിനോട് ലവ് തോന്നി. ഇങ്ങനെ നിറച്ച് മരങ്ങളുള്ള റോഡുകളുള്ളതുകൊണ്ടാണ് കേട്ടോ. പല സ്ഥലത്തും ഉണ്ട്. പിന്നെ ടൗൺ